കേരളത്തിലെ എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്. എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് അതിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വെളുപ്പിക്കൽ നാടകവുമായിട്ട് നമ്മുടെ പേളി മാണി ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നു 5 ലക്ഷത്തോളം ഫോളോവേഴ്സാണ് കൊഴിഞ്ഞു പോയത്. അതിൻ്റെ ഒരു ക്ഷീണം തീർക്കാനാണെന്ന് അറിയില്ല, പേളി ഒരു വെളുപ്പിക്കൽ ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ മുഴുവനായിട്ട് ഇരുന്നിട്ട് കണ്ടു. ഒരു 22 മിനിറ്റ് സമയം നിങ്ങൾക്ക് വെറുതെ കളയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും പോയിട്ട് കാണാം. അതിൽ നടന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എഴുതിയത് അല്ലെങ്കിൽ എഴുതി പോസ്റ്റ് ചെയ്ത് ജനങ്ങളെ മുമ്പിൽ മോക്ക് ചെയ്ത് ചിരിച്ച് കാണിച്ചത് അത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അബദ്ധമല്ല, നിങ്ങൾ വായിച്ചതിൻ്റെ പ്രശ്നമാണെന്നാണ് പേളി ബേസിക്കലി പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, പേളി മറ്റേ ഒരു പോസ്റ്റ് ഇട്ടല്ലോ, ഒരു പ്രത്യേക നിറമൊക്കെ വെച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 4 പേജ് 4-5 പേജോ മറ്റോ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ആ പേജിലുള്ള സംഭവം മുഴുവൻ ഇരുന്നങ്ങ് വായിക്കുക. ഒരു 10-15 മിനിറ്റ് അതിരുന്നിട്ടങ്ങ് വായിക്കുകയാണ് പേളി മാണി ചെയ്തിരിക്കുന്നത്. പേളി നമുക്ക് വായിക്കാനൊക്കെ അറിയാം. കേരളത്തിലുള്ള ആൾക്കാർ അത്ര മോശപ്പെട്ട ആൾക്കാരൊന്നുമല്ല. ഇംഗ്ലീഷും മലയാളമൊക്കെ നല്ല രീതിയിൽ വായിക്കാനൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ പേളിയുടെ ഓഡിയൻസൊക്കെ ഏകദേശം എഴുത്തും വായനയൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരത്ര തരം താഴ്ത്തി കാണല്ല. എന്നിട്ടത് ട്രാൻസ്ലേറ്റ് ചെയ്യുക, തർജിമ ചെയ്യുക മലയാളത്തിൽ. ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾ വീട്ടിൽ പോകൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ സുരക്ഷിതമായി വീട്ടിൽ പോയിട്ട് ചോറൊക്കെ തിന്ന് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിരിക്കൂ മക്കളെ എന്നാണ് പേളി ഉദ്ദേശിച്ചത്. അല്ലാതെ നിങ്ങൾ സമരം നിർത്തി നിങ്ങൾ വീട്ടിൽ പോയി ഇരിക്കൂ അന്ന് അല്ല പേളി ഉദ്ദേശിച്ചത്. ഇനി അവിടെ അധികം കളിക്കണ്ട, കളിച്ചു കഴിഞ്ഞാൽ കിട്ടും, നിങ്ങൾ ആരെടുത്താണ് കളിക്കുന്നതെന്ന് അറിയാലോ എന്നൊക്കെയുള്ള രീതിയിലാണ് പേളി ഇപ്പം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അല്ല, അങ്ങനെയല്ല, ഞാൻ നിങ്ങളുടെ സേഫ്റ്റി ഉദ്ദേശിച്ച് മാത്രം സംസാരിച്ചത്. അത് തെറ്റിദ്ധാരണയോടുകൂടി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നൊക്കെയാണ് പേളി ഇവിടെ വന്നിട്ട് പറയുന്നത്. എന്തായാലും പേളിക്ക് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്, നല്ല രീതിയിൽ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട്. പേളിയുടെ അഭിപ്രായം പറയാം, അതിനൊരു തെറ്റുമില്ല. പക്ഷേ കമൻറ്റ് ബോക്സിൽ പേളിയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുടെ വായി മൂടിക്കെട്ടിയിരിക്കുക, അവരെ ബ്ലോക്ക് ചെയ്യുക, കമൻസ് ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനത്തെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കമൻസ് ഇട്ടിട്ടുള്ള ആൾക്കാർ അതാണ് വന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതാണ് അനുഭവിച്ചത്, നിങ്ങൾ ഞങ്ങളുടെ കമൻസ് ഡിലീറ്റ് ചെയ്യുന്നു, എന്തിനത് ചെയ്യുന്നു, അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആയിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതുപോലെ അത് ഓപ്പൺ ആക്കി ഇടൂ. ഇനിയിപ്പോൾ നിങ്ങളെ പേഴ്സണലി തെറി പറയുന്ന ആൾക്കാർ, നിങ്ങളെ ഫാമിലിയിൽ എന്തെങ്കിലും പറയുന്ന ആൾക്കാരൊക്കെ ബ്ലോക്ക് ചെയ്യൂ, വേണമെങ്കിൽ കേസ് തന്നെ കൊടുക്കൂ, ആ രീതിയിലൊക്കെ ചെയ്യുമെന്ന് എല്ലാവരും തന്നെ പറയുന്നുണ്ട്. പേളി ഈ പറഞ്ഞൊരു സംഭവം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ രാജ്യത്തൊന്നും നേടിയിട്ടുണ്ടാവില്ല. ഇന്നും പല രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പോലും നേടിയിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ. ഇതൊക്കെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു തോന്നൽ മാത്രമാണ്, വേറെ ഒന്നുമല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് നത്തിങ് ഇസ് ദെയർ. അപ്പോൾ പേളിയുടെ ഈ ഒരു വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ അതിന് പിന്നെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് പറഞ്ഞ് ആ ഫെയിൽഡ് ഡയറക്ടറിൻ്റെ അച്ഛനെയാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു. അങ്ങനെയൊക്കെ പേളി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് സിബി മലയിലിനെ കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് സോറി ചോദിക്കുകയും, ഐ റെസ്പെക്ട് യു സാർ, ഐ ലവ് യു സാർ, ഐ ആം എ ഫാൻ ഓഫ് യുവർ വർക്ക്സ് എന്നൊക്കെ പേളി വന്ന് പിന്നെയും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത്രയും നല്ലൊരു വ്യക്തി, പേളിയുടെ അത്ര നല്ലൊരു വ്യക്തി ഇല്ല എന്നുള്ള ലെവലിലേക്ക് നമുക്ക് തോന്നും ഈ ഒരു വീഡിയോ കാണിച്ചതിന് വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്ന എത്രത്തോളം ആൾക്കാരുണ്ട് എന്നുള്ള സംഭവം എനിക്കറിയില്ല. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞാൽ പേളി നോർമൽ വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ക്ലിപ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ അതെന്തായാലും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തായാലും പേളിക്ക് ഇഷ്ടപ്പെട്ട നിറം എന്താണെന്ന് കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കി. ഇനി പേളിയുടെ കൂടി ഇത്രയും കാലം എന്താ പറയുക കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സെലിബ്രിറ്റീസ് ആൾക്കാരൊക്കെ ഇനി എത്ര പേര് തിരിച്ചു പോയി കോപ്പറേറ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടി വരും. കാരണം വലിയ പോഡ്കാസ്റ്റും കാര്യങ്ങളെല്ലാം പേളി ചെയ്യുന്നതാണല്ലോ. പിന്നെ പേളി അവസാനം പറഞ്ഞതെന്ന് വെച്ചാൽ, ന്യൂസ് ചാനൽസൊക്കെ പേളി ഒരിക്കലും മനസ്സിൽ കൂടി ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് എടുത്ത് പകച്ചു വിട്ടത്. പിന്നെ പേളി പൈസ വാങ്ങിച്ചിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടതെന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല, അതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഓരോ ആൾക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നതേ ഉള്ളൂ. അല്ലാതെ ഇവർക്കൊന്നും പ്രത്യേകിച്ച് പൈസ കിട്ടിക്കാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഞാൻ മനുഷ്യനാണ്, എനിക്ക് തെറ്റുകൾ പറ്റും. ഇതുപോലെ അല്ല എൻ്റെ പാരൻസ് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ പറയാൻ പാടാത്ത കാര്യങ്ങൾ പറ്റി, എൻ്റെയും തെറ്റുകൾ പറ്റി. ആ സ്ക്രീൻഷോട്ട് ലീക്കായി, എനിക്കറിയാതെ പോവും, എനിക്ക് എന്നെ ഏറെ കയറ്റും, എൻ്റെ തനി സ്വരൂപം പുറത്തു പോവും. ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചതാണ്. അഹങ്കാരം തലയിൽ പിടിച്ചാലും നമുക്ക് ആവശ്യത്തിലേറെ പൈസ ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് എന്തും പറയാനൊക്കെ തോന്നും. അത് ഏത് ആൾക്കാരുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ പ്രേക്ഷകരുടെ പിന്തുണയോട് കൂടി മുന്നിലോട്ടേക്കൊരു വന്ന ആളാണെന്ന് കൂടി എല്ലാ നിമിഷവും അവർ പിന്നെ ആലോചിച്ചിരിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല.
ഇറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ, ഹ്യൂമൻ ടെൻഡൻസിയാണ് അതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഈ ഒരു സംഭവത്തിൽ നടന്നതെന്ന് വെച്ചാൽ. പേളിയുടെ ആ ക്ലിപ്പ് ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം, 2 ക്ലിപ്പുണ്ട്, ഞങ്ങളൊന്ന് കണ്ടു നോക്കും. ഈ 20 മിനിറ്റ് കണ്ടാലും ഏകദേശം ആ ഒരു സംഭവമൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു 15 മിനിറ്റ് ഈ ഒരു സംഭവം പറയുന്നുണ്ട്, പിന്നെ ഒരു 10 മിനിറ്റ് അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഞാൻ വിചാരിച്ച ഇനിയിപ്പം വല്ല ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും അത്രയ്ക്ക് അതപ്പത്തിച്ചിട്ടില്ല. പേള് തന്നെ എഴുതിയിട്ടതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളൊക്കെ മിസ്റെഡ് ചെയ്തു. എവരി വൺ ക്വയറ്റ് മിസ്അണ്ടർസ്റ്റുഡ് ഹെർ. അതായത് റീൽസൊക്കെയാണ് പേളീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് പേളി ബേസിക്കലി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ. റീൽസൊക്കെ കണ്ടിട്ട് അതേപോലെ ഇൻഫ്ലുവൻസ്ഡ് ആയി. ന്യൂസ് ചാനലൊന്നും ഇതാക്കാറില്ല. അതുകൊണ്ട് ആ റീൽസിൻ്റെ ഒക്കെ ഒരു ഇതിൽ അടിക്കുന്നു, തൊഴിക്കുന്നു. റീൽസ് ഓൾവേസ് ഗീവ്സ് വാട്ട് എവർ യു ലൈക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ അൽഗോറിതം. പേളി, ഫോർ യുവർ ഇൻഫർമേഷൻ, യു മസ്റ്റ് ബി നോയിങ് ദാറ്റ് മോർ ദാൻ എനി വൺ, റൈറ്റ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഫോളോവേഴ്സും ഇൻഫ്ലുവൻസൊന്നും ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൈൻഡ് ഓഫ് കണ്ടൻറ്റാണ് നിങ്ങളെ കാണിക്കുക. അപ്പോൾ അടിക്കുന്നതും തൊഴിക്കുന്നതും അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറയുന്നതൊക്കെ ചിലപ്പം അൽഗോരിതം നിങ്ങൾക്ക് കാണിച്ചു തന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. അതും അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പിന്നെ പേളി പറയുന്നു നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യണം, ഷീ വിൽ ബി ബെറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ചാനൽ. വി ആർ 100% ഹോണസ്റ്റ് ഹിയർ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ please do subscribe. We'll come with another video next time. Until then, take care and bye. ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്. എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് അതിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ് ആയിക്കോട്ടെ. ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്. എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് അതിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ്